വയനാട് ടൗൺഷിപ്പ് നിർമ്മാണത്തിൽ മേൽനോട്ടം വഹിക്കാൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരില്ലാത്തത് പദ്ധതിയെ ബാധിക്കുമെന്ന് മുൻ റവന്യൂ മന്ത്രി കെ രാജൻ. സമയബന്ധിതമായി നിർമ്മാണം പൂർത്തിയാക്കണമെങ്കിൽ തൊഴിലാളികളെ എത്തിക്കാനും മേൽനോട്ടം വഹിക്കാനും ഉദ്യോഗസ്ഥർ വേണം. പ്രശ്നം പരിഹരിക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും കെ രാജൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പിന് മുൻപ് ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസിന്റെ വീട് നിർമ്മാണം 4 മാസമായിട്ടും എങ്ങും എത്തിയിട്ടില്ല എന്നും കെ രാജൻ കുറ്റപ്പെടുത്തി. സ്വാഭാവികമായിട്ടും ഒരു ഗവൺമെൻറ് മാറി വന്നപ്പോൾ കിഫ്കോൺ പോലെയുള്ളൊരു ഏജൻസിയെക്കുറിച്ച് ഗവൺമെൻറ്റിന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട്. അവരുടെ നിലപാടുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കും അതുണ്ടാവുക. പക്ഷേ ചീഫ് കൺട്രോൾ ഓഫീസറെ നിയമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്താനുള്ളൊരു സ്ഥിരം സാന്നിധ്യം നഷ്ടപ്പെടും. അത് ഗുരുതരമാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് വന്നപ്പോൾ നോക്കിയപ്പോൾ 309 വീടുകളുടെ ടെറസ് വരെയുള്ള വായ്പ കഴിഞ്ഞിരുന്നു. 327 വീടാണ് ആദ്യത്തെ 2 ഘട്ടത്തിൽ കൂടി ഉണ്ടാവുക. അപ്പം കുറച്ചൊരു വേഗത വർദ്ധിപ്പിച്ചാൽ ചെറിയ ഒരു മാസം കൊണ്ടോ 1.5 മാസം കൊണ്ടോ കൂടിയ 2 മാസം കൊണ്ടോ തീർക്കാവുന്ന വർക്കേ ഇപ്പോൾ അവശേഷിക്കുന്നുള്ളൂ എന്നാണ് എൻ്റെ ധാരണ. അതിനാവശ്യമായിട്ടുള്ള തൊഴിലാളികളെ ഉൾപ്പെടെ കൊണ്ടുവന്ന് നിർത്തി രാപ്പകലില്ലാത്ത വിധം ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് നിയന്ത്രിക്കാൻ ഒരു സംവിധാനം വേണം. സ്വാഭാവികമായിട്ടും ഇന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ജില്ലയുടെ ചുമതലക്കാരനായിട്ടുള്ള മന്ത്രിയുടെയും കൂടി ശ്രദ്ധയിൽ ഈ കാര്യം പെടുത്തും. കോൺഗ്രസ് തന്നെ മറുപടി പറയേണ്ട പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഒരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ. നമ്മൾ പണം പിരിച്ച് 4 മാസക്കാലം മുമ്പ് തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് ഞങ്ങളിത് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ് ഇട്ട ഒരു നിർമ്മാണ പ്രവർത്തന കേന്ദ്രത്തിൽ 4 മാസക്കാലം കഴിഞ്ഞിട്ടും തീരാത്തൊരു കിണർ മാത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങളെ കുറിച്ച് ജനങ്ങൾക്കൊരു അവമതിപ്പ് ഉണ്ടാക്കും. അത് പണം പിരിച്ച് ഇത്തരം കാര്യങ്ങൾ പറയുന്നവർ അതിന് അക്കൗണ്ടബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പണം നോക്കും, ഞങ്ങളുടെ കാര്യം തീരുമാനിച്ചോളാം എന്ന് പറയുന്നത് ഒരു പൊതു രാഷ്ട്രീയത്തിൽ പറ്റുന്നതല്ല. അതിനൊരു അക്കൗണ്ടബിലിറ്റി വേണം. ജനങ്ങളാണതിൽ സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വളരെ ഗൗരവമായി കോൺഗ്രസ് കാണണം. തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് അങ്ങനെ ഒരു പരിപാടി നടത്തുകയും പിന്നെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാതിരിക്കുകയും ചെയ്യുന്നത് ഭൂഷണമായൊരു കാര്യമല്ല. ജനങ്ങളോട് പറയാൻ തയ്യാറാക്കേണ്ടി വരും. മുബാറക്ക് വിവരങ്ങളുമായി വയനാട് നിന്ന് ചേരുന്നുണ്ട്. മുബാറക്ക്, ഗുഡ് മോർണിംഗ്. അപ്പോൾ വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പം കെ രാജൻ ഈ വിഷയത്തിൽ വയനാട് ദുരന്തം ഉണ്ടായി. ഇന്ന് നമ്മുടെ കേരളം കണ്ടതിൽ വെച്ചതിന് ഏറ്റവും വലിയ ദുരന്തം. അതിനുശേഷം ആ മനുഷ്യരെല്ലാം അതിജീവനത്തിൻ്റെ പാതയിലായിരുന്നു. ഇപ്പോഴും അത് തുടരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ടൗൺഷിപ്പിൻ്റെ മുന്നിൽ നിന്ന് കെ രാജൻ സംസാരിക്കുമ്പോൾ അങ്ങനെ സംസാരിക്കുന്ന ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. കാരണം അവിടെയുള്ള ഓരോ മനുഷ്യരുമായി എത്രയധികം വൈകാരിക ബന്ധം കൂടി വച്ചു പുലർത്തുന്ന ആളാണ് മുൻ മന്ത്രി കൂടിയായ കെ രാജൻ. ഇതിപ്പം ഈ ഉദ്യോഗസ്ഥരുടെ ക്ഷാമം അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ ഇല്ലാത്തത് ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസ് മലയാളം തന്നെ അത് വാർത്തയാക്കുകയും മന്ത്രിയുടെ ശ്രദ്ധയിൽ, ജില്ലയിൽ നിന്നുള്ള മന്ത്രി എന്നുള്ള നിലയിൽ ടി സിദ്ദിഖിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ ഇതെല്ലാം ഉടൻ പരിഹരിക്കുമെന്നൊരു ഉറപ്പും നൽകിയിരുന്നു. പക്ഷേ കാര്യങ്ങളൊന്നും പറഞ്ഞ പോലെ അങ്ങോട്ട് നീങ്ങുന്നില്ലേ മുബാറക്കെ? എന്താണ് നിലവിലെ സാഹചര്യം? രണ്ടാമത്തേതാണ് ഈ കോൺഗ്രസിന്റെ ഭവന നിർമ്മാണം. ഇത് തറക്കല്ലിട്ട് മറ്റ് പരിപാടികൾ എന്തെങ്കിലും അവിടെ തുടങ്ങിയിട്ടുണ്ടോ? സേതു, ഗുഡ് മോർണിംഗ്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മുൻ റവന്യൂ മന്ത്രിയും നിലവിലെ MLA-യുമായിട്ടുള്ള കെ രാജൻ പങ്കുവയ്ക്കുന്നത്. അതിലൊന്ന് ഈ വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടതാണ്. ഈ മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ നിർമ്മിക്കുന്ന ടൗൺഷിപ്പിൽ ഇപ്പോൾ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുടെ നിയമനം, അതായത് ആ തസ്തിക അല്ലെങ്കിൽ ആ ഒരു മേൽനോട്ട ചുമതല വഹിക്കുന്നയാൾ അവിടെ ഇല്ലാതിരുന്നിട്ട് അല്ലെങ്കിൽ അതിന് ആളില്ലാതിരുന്നിട്ട് ഏകദേശം 1 മാസക്കാലം കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, ഈ കിഫ്കോൺ ഉദ്യോഗസ്ഥരെ മാറ്റുന്നതിൽ അത് സർക്കാരിൻ്റെ നയപരമായിട്ടുള്ള തീരുമാനമാണ്. അതിൽ തീരുമാനമെടുക്കാൻ സർക്കാരിനാകും. പക്ഷേ അവിടെയും മറ്റു നിയമനങ്ങൾ പെട്ടെന്ന് തന്നെ നടത്തേണ്ടതുണ്ട്. പക്ഷേ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ഇതിൻ്റെ ആദ്യ സമയം മുതൽക്കേ ചെറിയ കാര്യങ്ങൾ മുതൽ ഇതിൻ്റെ പ്രധാനപ്പെട്ട വിവരങ്ങളിലെല്ലാം മേൽനോട്ടം വഹിച്ച് പ്രധാന തീരുമാനങ്ങൾ എടുക്കേണ്ട ഒരാളാണ്. അങ്ങനെ ഒരാളെ നിയമിക്കാതെ 1 മാസക്കാലമായി ഇവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മേൽനോട്ട ചുമതലയിൽ വീഴ്ചകൾ വരും. സ്വാഭാവികമായിട്ടും അത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഈ വിഷയത്തിൽ വലിയ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് അവിടുത്തെ അതായത് ഈ ദുരന്ത ബാധിതർ തന്നെ രംഗത്തെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ ദിവസം ടൗൺഷിപ്പ് സന്ദർശിച്ചപ്പോഴാണ് മന്ത്രി ഇത്തരത്തിലൊരു വിശദീകരണം ഇക്കാര്യത്തിൽ നൽകിയത്. എന്തായാലും ഈ കാര്യത്തിൽ അടിയന്തര ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകണമെന്നുള്ളതാണ്. മാത്രമല്ല ഇപ്പോൾ ഈ സൈറ്റ് എഞ്ചിനീയർമാർ, അതുപോലെ പ്രൊജക്റ്റ് മാനേജർമാർ, അങ്ങനെ തുടങ്ങി നിരവധി ആളുകൾ, 4ഓളം മേൽനോട്ടം വഹിക്കുന്ന ആളുകളും ഇപ്പോൾ
സ്ഥലത്തില്ലാത്ത സാഹചര്യമുണ്ട്. കൂടാതെ ഈ ആദ്യഘട്ടം വീട് നമ്മൾ കൈമാറുന്ന സമയത്ത് ഏകദേശം അതായത് 178 വീടുകൾ കൈമാറുന്ന സമയത്ത് 2000-ഓളം തൊഴിലാളികൾ അവിടെ ജോലി ചെയ്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നേരെ 4-1 ചുരുങ്ങുന്ന സാഹചര്യമുണ്ട്. കൂടാതെ ജില്ലയിൽ മഴയും പെയ്യുന്നുണ്ട്. ഈ കാരണങ്ങളെല്ലാം ഒരുപക്ഷെ ഈ വാഗ്ദാനം ചെയ്ത അല്ലെങ്കിൽ പറഞ്ഞ സമയത്തിനുള്ളിൽ ഈ ജോലി ചെയ്ത് തീർക്കുന്നതിന് ഒരു തടസ്സമായി വന്നേക്കാം. ഇതെല്ലാം ഒരു ആശങ്കയാണ്. അതുകൊണ്ട് തന്നെ ഈ COO പോസ്റ്റിലേക്ക്, ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസറുടെ പോസ്റ്റിലേക്ക് എത്രയും പെട്ടെന്ന് നിയമനം നടക്കണമെന്നുള്ളതാണ്. ഈ അരുൺ ജെഒ എന്ന് പറയുന്ന IAS ഉദ്യോഗസ്ഥനായിരുന്നു മുൻപ് ഈ പോസ്റ്റിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തെ ഇപ്പോൾ സർവേ ആൻഡ് ലാൻഡ് റെക്കോർഡ് വകുപ്പ് ഡയറക്ടറായും അതുപോലെ തന്നെ ടൗൺഷിപ്പിന്റെ സ്പെഷ്യൽ ഓഫീസറായും അതുപോലെ ജലഗതാഗത വകുപ്പ് ഡയറക്ടറായും ആണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ ക്യാമ്പ് ചെയ്യുന്നതിൽ തടസ്സമുണ്ട്. മറ്റു ചുമതലകൾ കൂടുതലാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം അവിടെ ഇല്ല. അപ്പോൾ ആ ഒരു ഒഴിവ്, വലിയൊരു ഒഴിവ്, ഒഴിവ് എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ട് നിറയുന്നത് തന്നെയാണ്. എന്തായാലും ഇതിന്റെ മേൽനോട്ടം വഹിക്കാൻ പ്രധാനപ്പെട്ട ആളുകളില്ലാത്തതിൽ സർക്കാർ ഇടപെടണമെന്നുള്ളതാണ് മന്ത്രിയുടെ കാര്യത്തിൽ. അതായത് ജില്ലയിലെ തന്നെ മന്ത്രിയായിട്ടുള്ള ടി സിദ്ദിഖിന്റെ അടുത്ത് ഈ കാര്യങ്ങൾ അറിയിച്ചിരുന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടും, അവരെ തിരികെ നിയമിക്കുമെന്നുള്ള വിശദീകരണമാണ് മന്ത്രി നൽകിയിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ വയനാട് കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത വീടുകളാണ്. അവിടെ അതായത് ഈ ഫെബ്രുവരി 28-ന് രാജ്യത്തെ തന്നെ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള ആളുകൾ വന്ന് തറക്കല്ലിട്ടു. അതിനുശേഷം ഇപ്പോൾ 125 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. പണി എങ്ങും എത്താത്തൊരു സാഹചര്യമുണ്ട്. അദ്ദേഹം പറയുന്നത് ഒരു കിണർ മാത്രം ബാക്കിയെന്നുള്ള വാർത്തയാണ് അവസാനമായി വന്നത്. അതിനുശേഷം ഒരറിവും അവിടെ നിന്ന് ഇല്ല എന്നുള്ളതാണ്. ഈ ടി സിദ്ദിഖ് അടക്കം ഈ വിഷയത്തിൽ ഒരു വിശദീകരണം നൽകിയിരുന്നത് അനുമതി ലഭിക്കുന്നതിനുള്ള ഒരു കാലതാമസമാണ് എടുത്തത് എന്നുള്ളതാണ്. എന്തായാലും കോൺഗ്രസും ഈ വിഷയത്തിൽ മറുപടി പറയേണ്ടതുണ്ട്. അതായത് ഈ ജനങ്ങളാണ് ഇതെല്ലാം ഓഡിറ്റ് ചെയ്യേണ്ടത്. ഇതിലൊരു അക്കൗണ്ടബിലിറ്റി വേണം. ഈ കാര്യത്തിൽ കോൺഗ്രസ് മറുപടി പറയണം. കൂടാതെ ഈ ടൗൺഷിപ്പ് വിഷയത്തിൽ നികന്നു കിടക്കുന്ന ഈ COO പോസ്റ്റിലടക്കം ആളുകളെ നിയമിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ കെ രാജനും വ്യക്തമാക്കുന്നത്. സേതു. ഓക്കെ മുബാറക്കെ, ശരി.